വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ഇട്ടതുപോലെ മാറ്റിയെടുക്കാനും ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം മഴ നല്ല രീതിക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ ജലദോഷം, തുമ്മൽ, അലർജിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഒരു പിടി കണക്കിന് നമ്മുടെ തുളസി പറിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തുളസി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പച്ച തുളസിയും കരിന്തുളസിയും മിക്സ് ചെയ്തിട്ടാണ് ഒരു പിടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ്. പനിക്കൂർക്ക നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കഫക്കെട്ട് എന്നുള്ളൊരു പ്രശ്നമേ വരുന്നില്ല. അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം തരാനും ഒക്കെ പനിക്കൂർക്കയുടെ ഇല വളരെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ നല്ലതുപോലെ തടയാനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ മുരിങ്ങയില എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്തല എടുക്കരുത്. തളിരില ഉണ്ടല്ലോ, കിളിർത്ത് വരുന്ന ആ കുനൂനാന്നുള്ള ഇലയുണ്ടല്ലോ, അത് നമ്മൾ ഒരു പിടി കണക്കിന് എടുക്കുക. മുടി വളരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടിക്ക് തിക്നെസ് ഉണ്ടാവാനും നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനൊക്കെ നമ്മുടെ മുരിങ്ങയുടെ ഇല വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഒരു പിടി കണക്കിന് മുരിങ്ങയിലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഇലകളെല്ലാം തന്നെ നല്ല രീതിക്ക് കഴുകിയെടുക്കുക. ഇതിൽ ധാരാളം പ്രാണികളും പുഴുക്കളും പൂച്ചികളും അതേപോലെ തന്നെ മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. നല്ല രീതിക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു 5-6 അല്ലി നമ്മുടെ കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അത് ഉടനെ സ്റ്റോപ്പ് ചെയ്ത് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന, ഗേൾസിനും ബോയ്സിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കുഞ്ഞുള്ളി. ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഹെയർ കെയറും വീഡിയോയും നമുക്ക് എല്ലാവർക്കും, കുട്ടികൾ മുതൽ വയസ്സായവർ വരെ, ഗേൾസ് ബോയ്സ് എന്നുള്ളൊരു വേർതിരിവേ ഇല്ലാതെ എല്ലാവർക്കും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിക്ക് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു അരിപ്പി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നീര് എന്ന് പറയുമ്പോൾ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും, ഒരു കറുപ്പ് കലർന്ന ഒരു കളറായിരിക്കും നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിന് ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പനിക്കൂർക്ക ചേർത്തിട്ടുണ്ടല്ലോ, പനിക്കൂർക്കയുടെ ആ ഒരു നീര് നല്ലൊരു ഡാർക്ക് കളറാണ് നമ്മുടെ മുടിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, കറുപ്പ് നിറം തരാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒരു 3-4 തുള്ളി നിങ്ങളുടെ കൈകളിലാക്കിയതിന് ശേഷം സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മസാജ് കൊടുത്ത് മുടി ഒന്ന് ചീവിയെടുക്കുക. ഇനി നമ്മുടെ ബാക്കിയുള്ള വീഡിയോ കാണുന്നതിനേക്കാളും മുൻപായിട്ട് നല്ലൊരു ഹെയർ ഓയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതാണ് നമ്മുടെ ട്രെതയുടെ ഹെയർ ഓയിൽ. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയക്കുറവ് ഉണ്ടാവില്ല. കാരണം ഇവരുടെ തന്നെ ഷാമ്പൂവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഷാമ്പൂ വാങ്ങിച്ച് യൂസ് ചെയ്ത് എല്ലാവർക്കും തന്നെ അതിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെയർ ഓയിലും കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. മുരിങ്ങയില, നീലയമരി, അലോവേര, ചെമ്പരത്തി. ഇത് കൂടാതെ ഇതിൽ ആകർഷിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത കസ്റ്റമറുടെ ഫീഡ്ബാക്കും കൂടിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതും പേഴ്സണലി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴാണ് ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് നമ്മുടെ ട്രെതയുടെ. നിങ്ങളെല്ലാവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി നല്ലൊരു ഹെയർ ഓയിൽ സജസ്റ്റ് ചെയ്യാമോ, അതല്ലെങ്കിൽ ചേച്ചി തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കി തരാമോ എന്നുള്ളത്. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ തലയിലെ താരനും മുടി കൊഴിച്ചിലും മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, കുഞ്ഞു ന്യൂ ബേബി ഹെയർ ഗ്രോത്ത് നമ്മുടെ സ്കാൽപ്പിന് ഉണ്ടാക്കിയെടുക്കാനും അത് നന്നായിട്ട് വളരാനും വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലും കൂടിയാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഇതൊന്ന് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇവരുടെ ഹെയർ ഓയിലും ഹെയർ ഷാമ്പൂ ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ കോംബോ ആയിട്ട് ഷാമ്പൂവും ഹെയർ ഓയിലും കോംബോ പോലെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ഓഫറും ഇവർ കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഫുള്ളായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് സൈഡിൽ ഇങ്ങനെ കോരി ഒഴിച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ വാട്ടർ ഫോമിലാണ്, ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് ഇടുന്നതാണ് ദി ബെസ്റ്റ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് മുഖത്തൊക്കെ ഒഴുകി വരും, വാട്ടർ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മസാജും കൂടെ കൊടുത്ത് നിങ്ങൾ മുടി കെട്ടിവെക്കുക. മുടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ മുടി നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു തരി പോലും ഷാമ്പു ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇടരുത്, അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ കെയർ ചെയ്തു വരിക. നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണ്, താരനാണ്, മുടി വളരുന്നില്ല, മുടിക്ക് തിക്നെസ് ഇല്ല, മുടിക്ക് ഉള്ളു വയ്ക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ മഴയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള ഹെയർ പാക്കുകളൊന്നും ഈ ഒരു സമയത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള നമ്മുടെ മുടിക്കും നമുക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ കെയർ ഈ ഒരു മഴ സമയത്തും ചെയ്തു വരിക. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് പതിവിലും കൂടുതലും മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.